ആരാധകരുടെ പ്രിയ ഗായികയാണ് ശ്വേതാ മോഹൻ. പഠനകാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ശ്വേതാ മോഹൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു സംഗീത മത്സരം പണ്ട് ഉണ്ടായിരുന്നു. അതിനായി ഞാൻ തയ്യാറെടുപ്പുകളും നടത്തി. സംഗീത മത്സരത്തിൽ ഞാൻ നന്നായി തന്നെ പാടി. എനിക്ക് സമ്മാനം ലഭിക്കുമെന്നും ഞാൻ കരുതിയിരുന്നുവെന്നും ശ്വേതാ മോഹൻ പറയുകയാണ്. സമ്മാന പ്രഖ്യാപനം കേൾക്കുവാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 3ാം സമ്മാനം ഒരാൾക്ക് ലഭിച്ചുവെന്ന് പ്രഖ്യാപിച്ചു. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ആരതിയും അന്നുണ്ടായിരുന്നു. 1ാം സമ്മാനമോ 2ാം സമ്മാനമോ ഞങ്ങൾ ഉറപ്പിച്ചു കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ 2ാം സമ്മാനവും മറ്റൊരാൾക്ക് ലഭിക്കുകയുണ്ടായി. 1ാം സമ്മാനമോ എന്ന് ഞങ്ങൾ അതിശയിച്ചു. എന്നാൽ 1ാം സമ്മാനത്തിന് വിളിച്ചത് മറ്റൊരാളുടെയും പേരായിരുന്നു. എൻ്റെ മനസ്സ് ആകെ ഉടഞ്ഞുപോയി. ആ സമ്മാന പ്രഖ്യാപനം കേട്ടപ്പോൾ എന്നാണ് ശ്വേതാ മോഹൻ പറയുന്നത്. നന്നായി തന്നെ പാടിയല്ലോ ഞാൻ, അതോ അത്രയും മോശമായാണോ ഞാൻ പാടിയത് എന്നൊക്കെ ചിന്തിച്ചു പോയെന്നും ശ്വേതാ മോഹൻ പറയുകയാണ്. ഇതിനിടെ തന്നെ മൈക്കിൽ മറ്റൊരു അനൗൺസ്മെൻറ്റും വന്നിരുന്നു. ഈ 3 പേർക്കുമാണ് സമ്മാനങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ പാടിയവരിൽ നല്ല ഭാവിയുള്ളവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 10 പേരുടെ കൂടെ പേര് അവർ എടുത്തു പറയുകയുണ്ടായി. ആ ലിസ്റ്റിൽ പോലും ഞാനില്ലായിരുന്നുവെന്നും ശ്വേതാ മോഹൻ പറയുകയാണ്. മനസ്സുടഞ്ഞ് ഭൂമിക്ക് കീഴെ പാതാളത്തിലേക്ക് പോയി എന്നും ശ്വേതാ മോഹൻ ഓർത്തെടുക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം പോയി, പാട്ടൊന്നും വേണ്ട എന്ന് തോന്നിപ്പോയി. വല്ലാതെ ഞാൻ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് സുഹൃത്തായ ആരതി എന്നോട് പറഞ്ഞു, നിന്നെ ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് ഞാൻ പോകില്ല. എൻ്റെ കൂടെ നീ എൻ്റെ വീട്ടിലേക്ക് വായെന്ന്. അവിടെ നല്ല ഗാർഡൻ ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞുവെന്നും ശ്വേതാ മോഹൻ പറയുകയാണ്. അങ്ങനെ ആരതിയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. വാതിൽ തുറക്കുന്നത് നമ്മുടെ ഹീറോയാണ്, അതായത് അശ്വിനാണെന്ന് ശ്വേതാ മോഹൻ പറയുന്നു. ആ ദിവസം എനിക്ക് മറക്കുവാൻ പറ്റില്ല എന്നും എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യവും മോശം കാര്യവും ആ ദിവസമാണ് സംഭവിച്ചതെന്നും ശ്വേതാ മോഹൻ ചൂണ്ടിക്കാട്ടുന്നു. അമ്മ സുജാത മോഹൻ്റെ പാത പിന്തുടർന്ന് ഗാനരംഗത്തേക്ക് കടന്നു വന്ന ശ്വേതാ മോഹന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ സിനിമയിലും അല്ലാതെയുമൊക്കെ പാടുവാൻ ശ്വേതാ മോഹന് കഴിഞ്ഞിട്ടുണ്ട്. ഗായിക സുജാത മോഹൻ്റെ ഏക മകളുമാണ് ശ്വേതാ മോഹൻ. ശ്വേതാ മോഹൻ ഇന്ന് ശ്രേഷ്ഠ എന്ന മകളുടെ അമ്മയുമാണ്. അശ്വിൻ എന്നാണ് ശ്വേതാ മോഹൻ്റെ ഭർത്താവിൻ്റെ പേര്. പഠനകാലത്ത് അശ്വിൻ്റെ സഹോദരിയായ ആരതിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ശ്വേതാ മോഹൻ. നേരത്തെ പറഞ്ഞ കഥയിലെ ഹീറോയാണ് ഈ അശ്വിൻ. ഇവർ തമ്മിലുള്ള ഈ ഒരു പരിചയമാണ് പിന്നീട് ശ്വേതാ മോഹനും അശ്വിനും തമ്മിലുള്ള പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും ഒക്കെ എത്തിച്ചേർന്നത്. ഭർത്താവ് അശ്വിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ഈ അഭിമുഖത്തിലൂടെ ശ്വേതാ മോഹൻ സംസാരിക്കുകയുണ്ടായി. ഭർത്താവ് തനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആളാണെന്നാണ് ശ്വേതാ മോഹൻ പറയുന്നത്. ഭർത്താവിൻ്റെ മാതാപിതാക്കളും എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഭർത്താവിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഇങ്ങനെ പറയുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ശ്വേതാ മോഹൻ അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലോകം വളരെയധികം പുരോഗമിക്കുമെന്നും ശ്വേതാ മോഹൻ ചൂണ്ടിക്കാട്ടി. അശ്വിൻ്റെ സഹോദരിയുമായി അടുത്ത സൗഹൃദം തനിക്ക് ചെറുപ്പകാലത്തുണ്ടായിരുന്നുവെന്ന് ശ്വേതാ മോഹൻ പറയുകയാണ്. അതേസമയം തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ സംഗീത മത്സരത്തിൽ പങ്കെടുത്തിട്ട് 10ൽ ഒരാളായി പോലും എത്തുവാൻ കഴിയാതിരുന്ന ശ്വേതാ മോഹൻ ഇന്ന് ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന മികച്ച ഗായികയാണെന്നതാണ് എടുത്തു പറയേണ്ടത്. സിനിമാ ഗാനശാഖയിലും മറ്റുമായി നിരവധി പുരസ്കാരങ്ങളും ശ്വേതാ മോഹനെ തേടി എത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.